മഹാലക്ഷ്മി ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും അധിദേവതയായി കണക്കാക്കപ്പെടുന്നു. ശ്രീ അഥവാ ഐശ്വര്യം വഹിക്കുന്നവളും പ്രസരിപ്പിക്കുന്നവളുമാകുന്നു മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായ ശ്രീ ലക്ഷ്മി ദേവി. ഏതെങ്കിലും ഒരു വിധത്തിൽ ലക്ഷ്മിയുടെ സാന്നിധ്യമുള്ളിടം മാത്രമേ സമ്പത്തിനും ഐശ്വര്യത്തിനും കടന്നുവരാൻ സാധിക്കൂ എന്നാണ് വിശ്വാസം. ദേവി ലക്ഷ്മി കോപിഷ്ഠയായതും അതിൻ്റെ അനന്തരഫലം ഭൂമി അനുഭവിച്ചതുമായ ഒരു ഘട്ടത്തെക്കുറിച്ച് പുരാണങ്ങളിൽ വർണ്ണനയുണ്ട്. അത് മഹർഷി ഭൃഗുവുമായി ബന്ധപ്പെട്ട ഒന്നായിരുന്നു. ത്രിമൂർത്തികളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന കാര്യത്തിന് ഒരു തീർപ്പുണ്ടാക്കാൻ വേണ്ടി മറ്റു മഹർഷിമാരുടെയെല്ലാം ഏകകണ്ഠമായ തീരുമാനത്തോടെ മഹർഷി ഭൃഗുവാണ് ഒരിക്കൽ പരീക്ഷണത്തിന് മുന്നിട്ടിറങ്ങുന്നത്. അദ്ദേഹം ആദ്യം ചെന്നത് ബ്രഹ്മലോകത്തേക്കാണ്. അവിടെ അപ്പോൾ ബ്രഹ്മദേവനും സരസ്വതീ ദേവിയും ധ്യാനത്തിലും. മഹർഷി അവിടെ നിന്നും മടങ്ങി നേരെ കൈലാസത്തിലെത്തുന്നു. എന്നാൽ ധ്യാനത്തിൻ്റെ തന്നെ ഏറ്റവും ഉദാത്തമായ രൂപമായ പരമേശ്വരൻ ധ്യാനത്തിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നീട് അദ്ദേഹം നേരെ പോയത് വൈകുണ്ഠത്തിലേക്കാണ്. വൈകുണ്ഠത്തിലപ്പോൾ മഹാവിഷ്ണുവും ലക്ഷ്മിയും വിശ്രമത്തിലും. മറ്റ് സംഭാഷണങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഭൃഗു നേരെ ചെന്ന് മഹാവിഷ്ണുവിൻ്റെ നെഞ്ചിൽ ആഞ്ഞൊരു ചവിട്ട്. പക്ഷേ വിഷ്ണു അതിൽ തെല്ലും ക്ഷോഭിച്ചില്ല. മാത്രമല്ല, തികച്ചും ഉപചാരപൂർവം തന്നെ മഹർഷിയോട് പെരുമാറുകയും ചെയ്തു. മഹർഷി വന്നത് താൻ അറിഞ്ഞില്ല എന്നും തൻ്റെ നെഞ്ചിൽ ചവിട്ടിയതുകൊണ്ട് മഹർഷിയുടെ കാലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചുവോ എന്നും മഹാവിഷ്ണു അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നു. പ്രപഞ്ചനാഥനായ മഹാവിഷ്ണുവിന് മഹർഷിയുടെ ഈ പ്രവൃത്തിയിൽ തെല്ലും അരിശം തോന്നിയില്ലെങ്കിലും ആ സംഭവത്തിന് സാക്ഷിയായ ലക്ഷ്മി ദേവി കോപത്താൽ ജ്വലിക്കുവാൻ തുടങ്ങി. ക്ഷണനേരത്തിൽ ദേവി അന്തർധാനം ചെയ്തു. സർവ്വലോകങ്ങളിൽ നിന്നും ഐശ്വര്യം പിൻവാങ്ങി. ഭൂമി ധനഹീനയായി. എങ്ങും ദുർനിമിത്തങ്ങളും കഷ്ടതകളും ദുഃഖങ്ങളും മാത്രം. ദാരിദ്ര്യവും നിരാശയും ജീവനുകളെ ചൂഴ്ന്നെടുക്കുവാൻ തുടങ്ങി. ഒടുവിൽ മഹർഷിമാരും ദേവകളും മഹാലക്ഷ്മിയുടെ പ്രസാദത്തിനായി മുന്നിട്ടിറങ്ങുന്നു. നീണ്ട പ്രാർത്ഥനകൾക്കൊടുവിൽ ദേവി കോപം വെടിഞ്ഞ് പ്രത്യക്ഷയാവുകയും മഹാലക്ഷ്മിയുടെ തിരിച്ചുവരവോടെ അലക്ഷ്മി പിൻവാങ്ങുകയും ചെയ്തുവത്രേ.